ഹലോ, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ വീഡിയോ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോഴിക്കോട് ഞാനൊരു സ്റ്റഡി ക്യാമ്പിന് പോയിട്ടുണ്ടായിരുന്നെന്ന്. അതിൻ്റെ ഒരു വ്ളോഗാണ് കേട്ടോ. ഞാൻ പോകുന്ന സമയത്തൊക്കെ വീഡിയോസ് എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അവിടെ എത്താനായ ടൈമിലാണ് കേട്ടോ എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ തുടങ്ങി വീഡിയോ എടുത്തതാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പിന്നെ അവിടെ പോയിട്ടുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ നേരത്തെ പോയ കാരണം കഴിക്കാനുള്ളതൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ ചായക്ക്. പിന്നെ ചായ മാത്രം ഹോട്ടലിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പോകുമ്പോൾ ട്രാവലറിലാണ് പോയത്. ടൂറ് പോണൊരു ഇതായിരുന്നു കേട്ടോ എല്ലാവർക്കും. കാരണം കോഴിക്കോടേക്ക് നമ്മളവിടെ നിന്ന് കുറച്ചധികം ദൂരം ഉണ്ടല്ലോ. അപ്പോൾ അത്രയും നേരം നല്ല രസമായിരുന്നു വണ്ടിയിലൊക്കെ. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ക്ലാസ് ആയതുകൊണ്ട് ബോറടിക്കുമോയെന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അങ്ങനെ ബോറടിയൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ചെന്നിട്ടും കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ക്ലാസ് ആയാലും ബോറടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കിയിട്ട് ആക്ടിവിറ്റീസൊക്കെ കണ്ടു നോക്കണേ. അപ്പോൾ ഇതാ നമ്മൾ കോഴിക്കോട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു ഹോട്ടലിൽ വെച്ചിട്ടായിരുന്നു, കിങ് ഹോട്ടലിലായിരുന്നു. അപ്പോൾ നമുക്ക് മേലെയാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ ഇതാ നമ്മൾ ഹാളിൽ എത്തിയിട്ടാ. അങ്ങനെ ഇത് എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ തിരുവനന്തപുരത്തു നിന്ന് ഒരു ടീച്ചർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ആ പച്ച ഡ്രസ്സ് ഇട്ടിട്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഇതേപോലത്തെ ഒരു സംഭവം തന്നുണ്ട് കഴുത്തിലിടാനായിട്ട്. അങ്ങനെ കുറച്ച് നേരം ക്ലാസ് എടുത്തിട്ട് പിന്നെ ചായ കുടിക്കാനുള്ള ടൈമാണ് കേട്ടോ. അപ്പോൾ ചായക്ക് ഇതേ ഇവിടെ കട്ട്ലേറ്റും ചായ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ക്ലാസ് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, കാരണം നോട്ട്സൊക്കെ എഴുതാനുണ്ടായ കാരണം. പിന്നെ ആക്ടിവിറ്റി ആകുമ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ചെന്നിട്ട് പിന്നെ ആക്ടിവിറ്റി ആയിരുന്നു കേട്ടോ. ആപ്പിൾ എന്ന് പറയുമ്പോൾ ഫ്രണ്ടിലേക്ക്, ബനാന എന്ന് പറയുമ്പോൾ ബാക്കിലേക്ക് ചാടുന്നതാണ് ആക്ടിവിറ്റി. അടുത്ത ആക്ടിവിറ്റി കാക്കയെ കൂടെ ഇവിടെ പല വെർഷനിലും പാടണോട്ട. അതായിരുന്നു കുഞ്ഞുണ്ട്, കുഞ്ഞിന് തീറ്റ കൊടുക്കാം കാക്കയെ കൂടെ ഇവിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ. കുഞ്ഞിന് തീറ്റ കൊടുക്കാം ഞാൻ. കുഞ്ഞ് കടന്ന് കരഞ്ഞിടും. കുഞ്ഞെ നീ തരുമോ നിന്നുടെ കയ്യില് നെയ്യപ്പം? ഇല്ല, തരില്ല നെയ്യപ്പം. അയ്യോ കാക്കേ, പറ്റിച്ചു. ക്രിയേറ്റിവിറ്റി ആണ് പിള്ളേർക്ക് ഇതിലൂടെ ഒരു ഇമോഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ സ്റ്റാൻഡ് പ്ലീസ്. നിർദ്ദേശിച്ച ശേഷം പറയാം. യെസ്, വളരെ സങ്കടത്തോടെ ഈ എക്സ്ട്രീം സങ്കടം വന്നിട്ടോ. എക്സ്ട്രീം വന്നില്ല. കരഞ്ഞ പ്രശ്നമൊന്നുമില്ല. സങ്കടം എന്ന് പറയുന്നത് എങ്ങനെയാണല്ലോ വരണം. അതല്ലേ ഫേഷ്യൽ എക്സ്പ്രഷൻ. നമ്മുടെ ടീച്ചേഴ്സിന് വേണ്ട ഫേഷ്യൽ എക്സ്പ്രഷൻ അതല്ലേ, അത് വരണല്ലോ.
അത് വരും, അതല്ലേ ടീച്ചിങ്, ട്രെയിനിങ് അങ്ങനെയാണ്. യെസ്, മൂന്നാമത്തെ ആൾ നിൽക്കും. അടുത്ത ടാസ്ക് അസീന. ഈ ഒരു പാട്ട് ഒരു ഫോറിനർ, ഒരു ഇംഗ്ലീഷുകാരൻ പാടിയാൽ എങ്ങനെയുണ്ട്? ക്യൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ? കുഞ്ഞെ കുഞ്ഞെ നീ തരുമോ? നിങ്ങളുടെ കയ്യിൽ നെയ്യപ്പം. അതേതൊരു സിനിമ മാപ്പിള പാട്ടിലേക്ക് മാറ്റി. അത് പദ്യാണ്. 1 2 3 സ്റ്റാർട്ട്. അല്ലാ കാക്കേ കാക്കേ അല്ലോ അയ്യോ കാക്കേ പറ്റിച്ചോ, കാക്കേ കാക്കേ കൂടെ വിടെ. കുട്ടികൾക്ക് പല രീതിയിലുള്ള മാനിപ്പുലേഷൻസ് നടത്താം, ആൾട്ടറേഷൻസ് നടത്താം. അതെന്തിനാണ്? ഇറ്റ് ലീഡ്സ് ടു ദ ക്രിയേറ്റിവിറ്റി. അവരുടെ ക്രിയേറ്റിവിറ്റി. പിന്നെ സാറിന് പറയാൻ മറന്നുപോയി, ഷറഫുദ്ദീൻ സാറാണ് സീഡിൻ്റെ ഡയറക്ടറാണ്. പിന്നെ ഒരു മാം ഉണ്ടായിരുന്നു കേട്ടോ. അവർ രണ്ടാളാണ് ഉണ്ടായിരുന്നത്. സാറാണ് ക്ലാസ്സൊക്കെ എടുത്തത്. അപ്പോൾ അതേ ഉച്ചക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈമായപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടാ. ഫുഡൊക്കെ ഞങ്ങൾക്ക് അവിടെ നിന്ന് തന്നെയായിരുന്നു. അപ്പോൾ അതേ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഫുഡ്. പിന്നെ ഐസ്ക്രീമും ഉണ്ടായിരുന്നു. രാവിലെ ചായയും കട്ട്ലേറ്റും, പിന്നെ വൈകുന്നേരം പോകാൻ നേരത്തും ഉണ്ടായിരുന്നു കേട്ടോ ചായ. ശക്തമായ പോളിംഗ് നടന്നതുകൊണ്ട് നല്ല എനർജി ഉണ്ടാവും. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഞാൻ നിങ്ങളുടെ കയ്യിൽ ഒരു 50 കിലോ വെയിറ്റ് ഉള്ള ഒരു കല്ല് തരാൻ വേണ്ടി പോവാണ്. നിങ്ങൾ എന്ത് ചെയ്യുന്ന ആ കല്ല് ഒരാൾ മറ്റൊരാൾക്ക് എന്ത് ചെയ്യുക? എക്സ്ചേഞ്ച് ചെയ്ത് പോവാം. പക്ഷേ കീപ് ഇൻ മൈൻഡ് വിത്ത് ഹാവിങ് 50 കിലോ വെയിറ്റ് ആണ് നമുക്കുള്ളത്. അപ്പൊ ആ വെയിറ്റിന്റെ ഫീലിംഗും എല്ലാം നമ്മുടെ മനസ്സിൽ വരണം. ഏറ്റവും നന്നായിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന, ഏറ്റവും നന്നായിട്ട് ചെയ്യുന്ന ആൾക്ക് ഒരു ചോക്ലേറ്റ്. ഓക്കെ, ആരോഗ്യമുള്ള, ആരോഗ്യദൃഢവാദിയായ ഇയാൾക്ക് ഞാൻ കൊടുക്കാം. നേരത്തെ കാര്യമല്ല പറഞ്ഞത്, എനിക്ക് ഭയങ്കര ആരോഗ്യമുണ്ടെന്നല്ല പറഞ്ഞേ. ആരാണ് പറഞ്ഞേ? ആമിന. അപ്പൊ ആമിന കൊടുക്കാം. ആർക്ക് കൊടുക്കണ്ടേ? ആമിന് കൊടുക്കാം. 50 കിലോ കേട്ടാ. ഒന്ന് നോക്കണേ, 50 കിലോ എടുക്കട്ടെ. കല്ല് എടുക്കട്ടെ. പുഷ്പം പോലെ ജിമ്മിന് പോകുന്നതാണ്. ശരി. ഇത് കുഞ്ഞിനെ എടുക്കുന്നതല്ല, കല്ല്. വച്ചിട്ട് 50 കിലോ. ആന്നില്ല. തോന്നുന്നു, ആടുന്നു. വെള്ളടിച്ച വാറ്റിട്ടിറങ്ങണം. എനിക്ക് 50 കിലോ ഇരുന്നിട്ട് എനിക്ക് പറയാനല്ലേ അല്ല, ആരടി ശ്രദ്ധിച്ചാ? 50 കിലോ ഭാരമുള്ള കല്ല് എടുക്കുന്നത്. അപ്പൊ നമുക്ക് എന്താ അറിയോ, ഫേഷ്യൽ എക്സ്പ്രഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നമ്മുടെ മക്കളെ പഠിപ്പിക്കുമ്പോൾ, ചില വിഷയങ്ങളൊക്കെ പഠിപ്പിക്കുമ്പോഴും നമുക്ക് അത്തരം എക്സ്പ്രഷൻ, ഫേഷ്യലി എക്സ്പ്രഷൻ ഒക്കെ സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ തുടങ്ങാം കേട്ടോ. 1 2 3 സ്റ്റാർട്ട്.
എല്ലാ ടീമും ആയി കഴിഞ്ഞാൽ കൈ പൊക്കുക. ഓക്കെ, ഈ ടീം കൈ പൊക്കി. പിന്നെ ആദ്യം ഇവരാണ് കൈ പൊക്കിയത്. നിങ്ങൾക്ക് നോക്കാം കറക്റ്റ് ആണോ. അതെ, ഇവർക്ക് കറക്റ്റ് ആണോ നോക്കണം. ഹൈറ്റ് അനുസരിച്ച് നോക്കട്ടെ. ഇവര് ഹൈറ്റ് 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 അല്ല, നിങ്ങള് ബാക്കിലും ഇവര് ബാക്കിലും. ഓ ഇനി അപ്പൊ നിങ്ങള് മുമ്പിലെന്നോ, ആ ഇപ്പൊ അത് കറക്റ്റ് ആയി. ഹൈറ്റ് ഹൈറ്റ് പിന്നെ അതിനെ ഹൈറ്റ്. ഓക്കെ, ഇനി ഇവിടെ ശരിയായിട്ടുണ്ടെങ്കിൽ ഒന്ന് ആരാസ്മോ അല്ല 1 2 ഇല്ല 3 4 നിങ്ങൾ ബാക്കിലാണ്. നിങ്ങൾ എന്നെ ഫേസ് ചെയ്ത് നിൽക്കണം. ഏറ്റവും വലിയ ഹൈറ്റ് ഉള്ള ആള് ഏറ്റവും ഫ്രണ്ട്, പിന്നെ കുറഞ്ഞ ആള് അങ്ങനെ ഡിസൈനിങ് മോഡലാണ്. ഞാൻ സ്റ്റാർട്ട് പറയാതെ തുടങ്ങല്ലേ. ഞാൻ പറഞ്ഞത് ചർച്ച ചെയ്യാനാണ്. എനിക്ക് ഓട മുട്ടിക്ക് പാടില്ല. പ്ലീസ്. ഓക്കെ, നോക്കാം. 1 2 3 സ്റ്റാർട്ട്. ഇവർക്ക് ആളെ തിരിയില്ല. നേരെ യൂട്ടേൺ അടിച്ചു വരെ, അഥവാ ബാക്കിലുള്ള ആള് നേരെ അങ്ങനെ വന്ന് വളരെ ക്രിറ്റിക്കലായിട്ട് വളരെ ഹാർഡ് വർക്ക് വേഴ്സസ് സ്മാർട്ട് വർക്ക് അല്ലേ. നമുക്ക് ഹാർഡ് വർക്ക് അല്ല, കല്യാണത്തിരിക്കുമ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷം ഉണ്ടാവും, താല്പര്യം ഉണ്ടാവും. അതെല്ലാം നമ്മുടെ മുഖഭാവത്തിൽ വരണം. നിങ്ങൾ രാവിലെ പുറപ്പെട്ടതുകൊണ്ട് നിങ്ങളെ ഉച്ചയ്ക്ക് ശേഷം നല്ല ഉറക്കം ഫീൽ ചെയ്യുന്നുണ്ടാവും. ബിരിയാണി കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ ആക്ടിവിറ്റി തന്നു നിങ്ങളെ കൊല്ലും. കഴിക്കണം കേട്ടാ. നോക്കാം. ഒന്ന് പിന്നെ ഞാൻ പറയുന്നത് പോലെ എന്റെ ആ ലൈൻസ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്താൽ മതി കേട്ടോ. തലേന്നാണ് എന്റെ കല്യാണം. അടിയന്തരത്തിന് വിളിക്കുന്നല്ല മോളെ, കല്യാണത്തിന് ഒരു തോന്നു കൊല്ലോ എന്ന് വിളിച്ച ആരും വരൂല. ഒരു പട്ടിയാണ് എന്റെ കല്യാണം. 10 നാരി വിളിച്ചിട്ടില്ല. അടുത്ത ആക്ടിവിറ്റി സാറിങ്ങനെ സംസാരിക്കും. അതിൻ്റെ ഇടയിൽ ഐസ്ക്രീം എന്ന് പറയുമ്പോഴൊക്കെ നമ്മൾ ഇരുന്ന് എണീക്കണം. ചുറ്റുപാട് നോക്കിയപ്പോൾ ഐസ്ക്രീമിന്റെ ഐസ്ക്രീം വേണം. അപ്പൊ അയാൾ ചോദിച്ചു ഏത് ഐസ്ക്രീമാണ് വേണ്ടി. വെള്ളം കുടിക്കാനല്ല. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ 1 2 3 സ്റ്റാർട്ടിംഗ് പോയിന്റ് മിസ് കുറച്ചാകുമ്പോൾ ഈ വരയിലേക്ക് കറക്റ്റ് ആക്കി നിന്നാൽ മതി. കുറച്ചും കൂടെ ശരി. ഇനി കളി എന്താന്ന് പറഞ്ഞാൽ 1 2 3 സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ കുപ്പി ഇങ്ങനെ തലയുടെ മുകളിലൂടെ കൊടുക്കണം. 2 ടീം വേണ്ട, ബാക്കിയുള്ള ആൾക്ക് കൊടുക്കും. ഓടി വരും. കയ്യിൽ കിട്ടും, ഓടി വന്ന് മുമ്പിൽ വെക്കും. യെസ്, എന്നിട്ട് ബാക്കിൽ കൊടുക്കും. യെസ്, ഓക്കെ. കളി തുടങ്ങി. മനസ്സിലായില്ലേ? നിർത്തുക. ഒളിമ്പിക്സിന് പോലും അതിനോട്ടുണ്ടാവില്ല. എന്ത് ചെയ്യണമെന്ന് അറിയോ? ഇപ്പൊ ഇതുപോലെ ചെയ്താലോ, ഇങ്ങനെ ആദ്യം ആരാണോ ഫ്രണ്ടിൽ ഉണ്ടായത് അയാള് അതേ സ്ഥാനത്തേക്ക് തന്നെ തിരിച്ചെത്തണം. ഏത് ടീമിന്റെ ആളാണോ അങ്ങനെ എത്തുന്നത് അവര് ജയിച്ചു. ഓക്കെ, അപ്പൊ നേരത്തെ നിങ്ങൾ നിൽക്കുന്നു. ഇപ്പൊ ഇനിയുള്ള പോലെ തുടങ്ങിയാൽ പോരെ, പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ തന്നെ നോടി പോലെ അത് ആടുമ്പോൾ തന്നെ ഉച്ചക്ക് ബിരിയാണിന്റെ ഒരു വിരലാടുമ്പോൾ തന്നെ ആടാം പാടാം കളി
ഒരു കാൽ ഇരുകാൽ ഒരു തല ഒരു മെയ്യാടുമ്പോൾ തന്നെ വൈകുന്നേരം 4:45 ക്ലാസ് കഴിഞ്ഞിട്ടാ പിന്നെ ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ നന്നായി എൻജോയ് ചെയ്തു. പക്ഷെ വരുമ്പോൾ എക്സൈറ്റഡ് ആയിരുന്നു, എങ്ങനെയാണ് ക്ലാസ് എങ്ങനെയാണെന്നുള്ളത്. ആദ്യമായിട്ടാണ്, പലരും ആദ്യമായിട്ടാണ്. ഞാൻ പിന്നെ മുന്നേ വർക്ക് ചെയ്യുന്ന കാലങ്ങളിൽ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഈ ഒരു ഫീൽഡിൽ ആദ്യമായിട്ടാണ്. നല്ല ആക്ടിവിറ്റീസ് ആയിരുന്നു, ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റി. അതുപോലെ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞ ഒരു ട്രിപ്പ് മൂഡ് തന്നെ ആയിരുന്നു. ഇവിടെ വന്നപ്പോൾ ക്ലാസ് അല്ല ബോറടി അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. ശരിക്കും ബോറൊന്നും അടിച്ചില്ല, അടിപൊളിയായിട്ട് ഇല്ല, ബോറടിക്കാൻ ടൈം കിട്ടിയില്ല. അത് ഭയങ്കര ഇഷ്ടമായി. ചെറുപ്പത്തിലെന്തോ ചെല്ലിയിട്ടുണ്ട് അത്. പിന്നെ നല്ല ഫുഡായിരുന്നു. അത് ഞാനല്ലേ പറയണ്ടേ. മാമും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കലോ. ഞാൻ എനിക്ക് ക്ലാസ് നല്ല ഞങ്ങൾ അങ്ങനെ ബാക്കിയുള്ള ഐസ്ക്രീം തരുമല്ലോ. അപ്പൊ ഐസ്ക്രീം ഞങ്ങളെ കൊണ്ട് അത്രയൊക്കെ പറ്റുമോ? ഈ ആക്ടിവിറ്റി ഒക്കെ ചെയ്തിട്ട് മിഠായി തരുന്നില്ലേ, കുറച്ച് വലുതാവേര്, അത് വലുതാവേര്. ഒന്നും കടങ്ങളൊന്നും വെച്ച് തീർക്കുന്ന ഒരു സ്വഭാവം എനിക്കില്ല. ചെറിയൊരു ഇന്ററാക്ഷൻ പ്ലീസ്. എനിക്ക് 6 കിട്ടി. ആ വലുതാവുമ്പോ 6 കിട്ടിയിട്ടൊക്കെ. അതായത് ഓസിക്ക് തിന്ന് ശീലമായി, എന്താ ചെയ്യാ. ഇതിനാണ് എനിക്കല്ല. സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യാലോ. ഓക്കെ, അപ്പൊ ആരാ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യേണ്ടതെന്ന് പറയൂ. സാറ് ഞാൻ വായിക്കുന്ന സംഭവമാണല്ലേ. ഫോട്ടോ കൊടുക്കാം. അപ്പം അതേ എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കണം കേട്ടോ. ഞങ്ങൾ 18 പേരാണ് പോയത്. മാമും പിന്നെ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു, പിന്നെ അവിടുത്തെ മാമുമാരുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതേ എല്ലാവർക്കും സർട്ടിഫിക്കറ്റൊക്കെ കിട്ടി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചായയും കുടിച്ചിട്ട് തിരിച്ചു പോയിട്ടാ. ഇതിന്റെ യൂട്യൂബിൽ പാറും. അതിന് ക്യാപ്ഷൻ ഇങ്ങനെ കൊടുത്തോ, പ്രശസ്ത ട്രെയിനറും സർവോപരി സുഗുണനും സുന്ദരനും സുമുഖരുമായ സർവീസാളിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങും. അയ്യോ കണ്ട സർട്ടിഫിക്കറ്റ് അല്ല. പിന്നെ ഞങ്ങൾ സാറിൻ്റെ കൂടെ നിന്നിട്ട് എല്ലാവരും ഫോട്ടോ എടുത്ത് പിന്നെ മാമിൻ്റെ കൂടെ നിന്നിട്ട് ഞങ്ങൾ എടുത്തിട്ടാ. ചേരോ ചച്ചോ അവളോട് പോണോ? നല്ല വീഡിയോ. വന്നല്ലോ നമ്മളെ ട്രാവലർ വന്നല്ലോ. ഓറഞ്ച് ഒന്ന് എല്ലാവരും ഇരിക്കുക. ഞാനും ചിപ്സ് മറ്റേ ബാഗിൽ നിൽക്കുന്നു.
തിരിച്ചു പോയി പൊന്നാനി കർമ്മ റോട്ടിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തെങ്കിലും ജ്യൂസോ വെള്ളമോ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് രാത്രി ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ തിരിച്ചെത്തുമ്പോൾ. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്